ജെറമിയ അധ്യായം 33. വീണ്ടും വാഗ്ദാനം. ജെറമിയ തടവിലായിരിക്കുമ്പോൾ കർത്താവ് വീണ്ടും അവനോട് അരുളി ചെയ്തു. ഭൂമിയെ സൃഷ്ടിക്കുകയും അതിനെ രൂപപ്പെടുത്തി ഉറപ്പിക്കുകയും ചെയ്ത കർത്താവ്, അവിടുത്തെ നാമം കർത്താവ് എന്നാണ്, അരുളി ചെയ്യുന്നു. എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്കതീതമായ മഹത്വം, നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. ഉപരോധ ദുർഗങ്ങളെയും വാളിനെയും ചെറുക്കാൻ ഈ നഗരത്തിൽ നിന്ന് പൊളിച്ചെടുത്ത വീടുകളെയും യൂദാ രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളെയും കുറിച്ച് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. കൽദായരെ എതിർക്കുന്ന അവർ തങ്ങളുടെ വീടുകൾ ശവശരീരങ്ങൾ കൊണ്ട് നിറയ്ക്കുകയായിരിക്കും ചെയ്യുക. കോപത്താലും ക്രോധത്താലും ഞാൻ തന്നെ അവരെ അരിഞ്ഞു വീഴ്ത്തും. എന്തെന്നാൽ അവരുടെ അകൃത്യങ്ങൾ നിമിത്തം ഞാൻ ഈ നഗരത്തിൽ നിന്നും മുഖം മറച്ചിരിക്കുന്നു. ഞാൻ അവർക്ക് സമാധാനവും ഭദ്രതയും സമൃദ്ധമായി കൊടുക്കും. യൂദായ്ക്കും ഇസ്രായേലിനും ഞാൻ ഐശ്വര്യം തിരിച്ചു നൽകും. പൂർവസ്ഥിതിയിൽ അവരെ ഞാൻ പണിതുയർത്തും. എനിക്കെതിരായി ചെയ്ത എല്ലാ പാപങ്ങളിലും നിന്ന് ഞാൻ അവരെ ശുദ്ധീകരിക്കും. അവർ എന്നോട് മറുതലിച്ച് ചെയ്ത അകൃത്യങ്ങളെല്ലാം ഞാൻ ക്ഷമിക്കും. ഞാൻ ജെറുസലേമിന് ചെയ്യാനിരിക്കുന്ന നന്മകളെക്കുറിച്ച് കേൾക്കുന്ന ഭൂമിയിലെ സകല ജനതകളുടെയും മുൻപാകെ ഈ നഗരം എനിക്ക് സന്തോഷത്തിനും സ്തുതിക്കും മഹത്വത്തിനും കാരണമാകും. ഞാൻ അതിന് നൽകുന്ന സകല നന്മകളും സമൃദ്ധിയും കണ്ട് അവർ ഭയന്നു വിറയ്ക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. മനുഷ്യനും മൃഗവുമില്ലാതെ ശൂന്യമായിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന ഈ ദേശത്ത്, യൂദാ നഗരങ്ങളിലും മനുഷ്യരോ മൃഗങ്ങളോ സഞ്ചരിക്കാത്ത വിജനമായ ജെറുസലേം വീഥികളിലും വീണ്ടും സന്തോഷധ്വനികളും ആനന്ദഘോഷവും മണവാളന്റെയും മണവാട്ടിയുടെയും സ്വരവും, സൈന്യങ്ങളുടെ കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ് എന്ന് പാടിക്കൊണ്ട് കർത്താവിൻ്റെ ആലയത്തിലേക്ക് കൃതജ്ഞതാബലി കൊണ്ടുവരുന്നവരുടെ ആരവവും ഇനിയും മാറ്റൊലികൊള്ളും. ഞാൻ ദേശത്തിൻ്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. മനുഷ്യരോ മൃഗങ്ങളോ ഇല്ലാതെ ശൂന്യമായി കിടക്കുന്ന ഈ ദേശത്തും ഇതിൻ്റെ എല്ലാ നഗരങ്ങളിലും ആടുമേയ്ക്കുന്ന ഇടയന്മാരുടെ കൂടാരങ്ങൾ വീണ്ടുമുണ്ടാകും. മലമ്പ്രദേശത്തും താഴ്വരയിലും നെഗബിലുമുള്ള പട്ടണങ്ങളിലും ബെഞ്ചമിൻ ദേശത്തും ജെറുസലേമിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലും യൂദായുടെ പട്ടണങ്ങളിലും ഇടയന്മാർ ആടുകളെ എണ്ണുന്ന കാലം വീണ്ടും വരും. കർത്താവ് അരുളി ചെയ്യുന്നു. ഇസ്രായേൽ ഗോത്രത്തോടും യൂദാ ഗോത്രത്തോടും ഞാൻ ചെയ്ത വാഗ്ദാനം നിറവേറ്റുന്ന ദിവസം ഇതാ സമീപിച്ചിരിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു. ആ നാളിൽ, ആ സമയത്ത് ദാവീദിന്റെ ഭവനത്തിൽ നിന്ന് നീതിമാനായ ഒരു മുളയെ ഞാൻ കിളിർപ്പിക്കും. അവൻ ദേശത്ത് നീതിയും ന്യായവും നടത്തും. അപ്പോൾ യൂദാ രക്ഷിക്കപ്പെടുകയും ജെറുസലേം ഭദ്രമായിരിക്കുകയും ചെയ്യും. നമ്മുടെ നീതി കർത്താവ് എന്ന് വിളിക്കപ്പെടും. കർത്താവ് അരുളി ചെയ്യുന്നു. ഇസ്രായേലിന്റെ സിംഹാസനത്തിലിരിക്കാൻ ദാവീദിന്റെ ഒരു സന്തതി എന്നുമുണ്ടായിരിക്കും. എൻ്റെ സന്നദ്ധിയിൽ ദഹനബലിയും ധാന്യബലിയും അനുദിന ബലികളും അർപ്പിക്കാൻ ലേവ്യ പുരോഹിതനുമുണ്ടായിരിക്കും. ജെറമിയായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. കർത്താവ് അരുളി ചെയ്യുന്നു. പകലും രാത്രിയും ഇല്ലാതാകത്തക്ക വിധം പകലിനോടും രാത്രിയോടുമുള്ള എൻ്റെ ഉടമ്പടി ലംഘിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മാത്രമേ എൻ്റെ ദാസനായ ദാവീദിനോടും എൻ്റെ ശുശ്രൂഷകരായ ലേവ്യരോടുമുള്ള എൻ്റെ ഉടമ്പടിയും ലംഘിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ മാത്രമേ തൻ്റെ സിംഹാസനത്തിലിരുന്ന് ഭരിക്കാൻ ദാവീദിന് ഒരു സന്തതി ഇല്ലാതെ വരികയുള്ളൂ. ആകാശത്തിലെ നക്ഷത്രങ്ങൾ എണ്ണമറ്റവയും കടൽപ്പുറത്തെ മണൽത്തരികൾ അളവില്ലാത്തവയുമായിരിക്കുന്നത് പോലെ എൻ്റെ ദാസനായ ദാവീദിൻ്റെ സന്തതികളെയും എന്നെ ശുശ്രൂഷിക്കുന്ന ലേവ്യ പുരോഹിതന്മാരെയും ഞാൻ വർദ്ധിപ്പിക്കും. കർത്താവ് ജെറമിയായോട് അരുളി ചെയ്തു. താൻ തിരഞ്ഞെടുത്ത ഇരുഭവനങ്ങളെയും കർത്താവ് പരിത്യജിച്ചിരിക്കുന്നു എന്ന് ഈ ജനതകൾ പറയുന്നത് നീ കേൾക്കുന്നില്ലേ? അവർ എൻ്റെ ജനത്തെ അവഹേളിക്കുന്നു. എൻ്റെ ജനത്തെ ഒരു ജനതയായി അവർ പരിഗണിക്കുന്നതേയില്ല. കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ പകലിനോടും രാത്രിയോടും ഉടമ്പടി ചെയ്തിട്ടില്ലെങ്കിൽ, ആകാശത്തിനും ഭൂമിക്കും നിയമം നൽകിയിട്ടില്ലെങ്കിൽ മാത്രമേ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും സന്തതികളെ ഭരിക്കാൻ യാക്കോബിൻ്റെയും എൻ്റെ ദാസനായ ദാവീദിൻ്റെയും സന്തതിയെ തിരഞ്ഞെടുക്കാതെ ഉപേക്ഷിക്കുകയുള്ളൂ. ഞാൻ അവർക്ക് വീണ്ടും ഐശ്വര്യം നൽകുകയും അവരുടെ മേൽ കരുണ ചൊരിയുകയും ചെയ്യും. ജെറമിയ അധ്യായം 34. സെദെക്കിയായ്ക്ക് സന്ദേശം.
ബാബിലോൺ രാജാവ് നെബൂഖദ്നേസറും അവൻ്റെ സകല സൈന്യവും ഭൂമിയിൽ അവൻ്റെ ആധിപത്യത്തിൽ കീഴിലുള്ള സകല രാജ്യങ്ങളും ജനതകളും ജെറുസലേമിനും അതിലെ നഗരങ്ങൾക്കുമെതിരായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജെറമിയായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, യൂദാ രാജാവായ സദക്കിയായോട് ചെന്ന് പറയുക, ഈ നഗരം ബാബിലോൺ രാജാവിൻ്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കും, അവനത് അഗ്നിക്കിരയാക്കും എന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. നീ രക്ഷപ്പെടുകയില്ല, പിടിക്കപ്പെടും, അവൻ്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. നിനക്ക് ബാബിലോൺ രാജാവിൻ്റെ മുൻപിൽ നിൽക്കേണ്ടി വരും, നിന്നെ ബാബിലോണിലേക്ക് കൊണ്ടുപോകും. എങ്കിലും യൂദാ രാജാവായ സദക്കിയ, നീ കർത്താവ് വചനം കേൾക്കുക. കർത്താവ് നിന്നെക്കുറിച്ച് അരുളിച്ചെയ്യുന്നു, നീ വാളിനിരയാവുകയില്ല, നീ സമാധാനത്തോടെ മരിക്കും. നിനക്ക് മുൻപ് രാജാക്കന്മാരായിരുന്ന നിന്റെ പിതാക്കന്മാർക്ക് വേണ്ടി ചെയ്തതുപോലെ സുഗന്ധദ്രവ്യങ്ങൾ നിനക്ക് വേണ്ടിയും കത്തിക്കും. ഹാ ഞങ്ങളുടെ പ്രഭു എന്ന് പറഞ്ഞ് അവർ നിന്നെ ഓർത്ത് വിലപിക്കും. ഞാനാണിത് പറയുന്നത്, കർത്താവ് അരുളിച്ചെയ്യുന്നു. ജെറമിയ പ്രവാചകൻ ജെറുസലേമിൽ വെച്ച് യൂദാ രാജാവായ സദക്കിയായോട് ഇത് പറഞ്ഞു. അന്ന് ബാബിലോൺ രാജാവ് ജെറുസലേമിനും യൂദായിൽ അവശേഷിച്ചിരുന്ന ലാക്കിഷ്, അസേക്ക എന്നീ നഗരങ്ങൾക്കുമെതിരെ യുദ്ധം ചെയ്യുകയായിരുന്നു. ഇവ മാത്രമായിരുന്നു യൂദായിൽ അവശേഷിച്ച ഉറപ്പുള്ള നഗരങ്ങൾ. തങ്ങളുടെ ഹെബ്രായ ദാസന്മാരെയും ദാസിമാരെയും സ്വതന്ത്രരാക്കുമെന്ന് ഒരു വിളംബരം പുറപ്പെടുവിക്കുവിൻ. സദക്കിയ രാജാവ് ജെറുസലേമിലെ ജനങ്ങളുമായി ഒരു ഉടമ്പടി ചെയ്തു. ആരും തൻ്റെ യഹൂദ സഹോദരനെ അടിമയാക്കാതിരിക്കാനായിരുന്നു അത്. അതിനുശേഷം ജെറമിയായ്ക്ക് കർത്താവിൽ നിന്ന് അരുളപ്പാടുണ്ടായി. ഉടമ്പടിയിൽ ഒപ്പുവച്ച ജനവും ജനനേതാക്കളും തങ്ങളുടെ ദാസീദാസന്മാരെ അടിമകളായി വച്ചുകൊണ്ടിരിക്കാതെ സ്വതന്ത്രരാക്കിക്കൊള്ളാമെന്ന് സമ്മതിച്ചു. അതനുസരിച്ച് അടിമകൾക്ക് സ്വാതന്ത്ര്യം നൽകി. പിന്നീട് അവർ മനസ്സുമാറ്റി സ്വതന്ത്രരാക്കിയ ദാസീദാസന്മാരെ വീണ്ടും അടിമകളാക്കി. അപ്പോൾ കർത്താവ് ജെറമിയായോട് അരുൾ ചെയ്തു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാരെ ദാസ്യഭവനമായ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദിവസം അവരുമായി ഞാൻ ഒരു ഉടമ്പടി ചെയ്തു. തന്നെ താൻ വിറ്റ് നിനക്ക് അടിമയാവുകയും 6 വർഷം നിന്നെ സേവിക്കുകയും ചെയ്ത ഇസ്രായേൽ സഹോദരനെ 7-ാം വർഷം സ്വതന്ത്രനായി വിട്ടയക്കണം. എന്നാൽ നിങ്ങളുടെ പിതാക്കന്മാർ എൻ്റെ വാക്ക് കേൾക്കുകയോ എൻ്റെ കൽപ്പന അനുസരിക്കുകയോ ചെയ്തില്ല. അടുത്ത കാലത്ത് നിങ്ങൾ അനുതപിച്ച് സഹോദരർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. എൻ്റെ സന്നിധിയിൽ എൻ്റെ നാമം വഹിക്കുന്ന ആലയത്തിൽ വെച്ച് നിങ്ങളൊരു ഉടമ്പടി ചെയ്തു. അതെനിക്ക് പ്രീതികരമായ പ്രവൃത്തിയായിരുന്നു. എന്നാൽ നിങ്ങൾ വീണ്ടും മനസ്സുമാറ്റി നിങ്ങൾ സ്വതന്ത്രരാക്കിയ ദാസീദാസന്മാരെ പിന്നെയും അടിമകളാക്കിക്കൊണ്ട് എൻ്റെ നാമത്തിന് കളങ്കം വരുത്തി. ആകയാൽ കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ കൽപ്പന ധിക്കരിച്ചു. നിങ്ങൾ സഹോദരനും അയൽക്കാരനും സ്വാതന്ത്ര്യം നൽകിയില്ല. ഇതാ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നു. വാളിനും ക്ഷാമത്തിനും പകർച്ചവ്യാധിക്കും ഇരയാകാനുള്ള സ്വാതന്ത്ര്യം. നിങ്ങൾ ഭൂമിയിലെ സകല ജനതകളുടെയും ദൃഷ്ടിയിൽ ബീഭത്സ വസ്തുവായി തീരും. കർത്താവ് അരുളിച്ചെയ്യുന്നു, കാളക്കുട്ടിയെ വെട്ടിപ്പിളർന്ന് ആ പിളർപ്പിനിടയിലൂടെ കടന്ന് എന്നോട് ചെയ്ത ഉടമ്പടി ലംഘിച്ചവരെ, ഉടമ്പടിയുടെ നിബന്ധനകൾ പാലിക്കാത്തവരെ ഞാൻ ആ കാളക്കുട്ടിയെ പോലെയാക്കും. കാളക്കുട്ടിയുടെ പിളർപ്പിനിടയിലൂടെ കടന്നുപോയ യൂദാ പ്രഭുക്കളെയും ജെറുസലേം നേതാക്കളെയും ഷണ്ഡന്മാരെയും പുരോഹിതന്മാരെയും ദേശത്തെ സകല ജനത്തെയും അവരുടെ ജീവൻ വേട്ടയാടുന്ന ശത്രുക്കളുടെ കൈകളിൽ ഞാൻ ഏൽപ്പിക്കും. അവരുടെ ശവശരീരങ്ങൾ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഭക്ഷണമാകും. യൂദാ രാജാവായ സദക്കിയായെയും അവൻ്റെ പ്രഭുക്കന്മാരെയും അവരെ കൊല്ലാൻ ശ്രമിക്കുന്ന ശത്രുക്കളുടെ കൈകളിൽ ഞാൻ ഏൽപ്പിക്കും. അവരെ നിങ്ങളിൽ നിന്ന് പിൻവാങ്ങിയ ബാബിലോൺ രാജാവിൻ്റെ സൈന്യങ്ങളുടെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു, എൻ്റെ കൽപ്പനയാൽ അവരെ ഈ പട്ടണത്തിലേക്ക് ഞാൻ തിരിച്ചു കൊണ്ടുവരും. അവർ വന്ന് യുദ്ധം ചെയ്ത് ഈ നഗരം കീഴടക്കി അഗ്നിക്കിരയാക്കും. യൂദായിലെ നഗരങ്ങളെ ഞാൻ മരുഭൂമിക്ക് തുല്യം ശൂന്യമാക്കും. ജെറമിയ അധ്യായം 35. റക്കാബീരുടെ മാതൃക. ജോസിയയുടെ പുത്രൻ യെഹോയാക്കീം യൂദായിൽ രാജാവായിരിക്കുമ്പോൾ കർത്താവ് ജെറമിയായോട് അരുൾ ചെയ്തു, നീ റക്കാബിയരുടെ അടുത്ത് ചെന്ന് അവരോട് സംസാരിക്കുക. കർത്താവിൻ്റെ ആലയത്തിലെ ഒരു മുറിയിൽ കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് വീഞ്ഞു കൊടുക്കുക. അങ്ങനെ ഹബാസീനിയായുടെ മകനായ ജെറമിയായുടെ മകൻ
യസാനിയായെയും അവൻ്റെ സഹോദരന്മാരെയും പുത്രന്മാരെയും റക്കാബിയരുടെ കുടുംബം മുഴുവനെയും ഞാൻ കൂട്ടിക്കൊണ്ടുവന്നു. ഞാൻ അവരെ കർത്താവിൻ്റെ ആലയത്തിൽ ദൈവപുരുഷനായ ഇഗ്ദാലിയായുടെ മകൻ ഹാനാൻ്റെ പുത്രന്മാരുടെ മുറിയിൽ കൊണ്ടുവന്നു. അത് വാതിൽ കാവൽക്കാരനായ ഷല്ലൂമിൻ്റെ മകൻ മാസയായുടെ മുറിയുടെ മുകളിൽ പ്രഭുക്കന്മാരുടെ മുറിയുടെ സമീപത്തായിരുന്നു. ഞാൻ റക്കാബിയരുടെ മുൻപിൽ വീഞ്ഞു നിറച്ച കുടങ്ങളും പാനപാത്രങ്ങളും വച്ചിട്ട് കുടിക്കുവിൻ എന്ന് പറഞ്ഞു. എന്നാൽ അവർ പറഞ്ഞു, ഞങ്ങൾ വീഞ്ഞു കുടിക്കുകയില്ല. എന്തെന്നാൽ റക്കാബിൻ്റെ മകനും ഞങ്ങളുടെ പിതാവുമായ യോനാദാബ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങളും നിങ്ങളുടെ സന്തതികളും ഒരിക്കലും വീഞ്ഞു കുടിക്കരുത്. നിങ്ങൾ വീട് പണിയരുത്, വിത്ത് വിതയ്ക്കുകയോ മുന്തിരിത്തോട്ടം നട്ടു വളർത്തുകയോ കൈവശം വയ്ക്കുകയോ അരുത്. ജീവിതകാലം മുഴുവൻ നിങ്ങൾ കൂടാരങ്ങളിൽ വസിക്കണം. അങ്ങനെ ചെയ്താൽ നിങ്ങൾ വിദേശികളെ പോലെ പാർക്കുന്ന നാട്ടിൽ ദീർഘകാലം നിങ്ങൾക്ക് വസിക്കാൻ കഴിയും. റക്കാബിൻ്റെ പുത്രനും ഞങ്ങളുടെ പിതാവുമായ യോനാദാബ് നൽകിയ കൽപ്പന ഞങ്ങൾ ലംഘിച്ചിട്ടില്ല. ഞങ്ങളും ഞങ്ങളുടെ ഭാര്യമാരും പുത്രന്മാരും പുത്രികളും ജീവിതത്തിൽ ഒരിക്കലും വീഞ്ഞു കുടിക്കുകയില്ല. വസിക്കാൻ ഞങ്ങൾ വീട് പണിയുകയില്ല. ഞങ്ങൾക്ക് മുന്തിരിത്തോട്ടമോ വയലോ വിത്തുകളോ ഇല്ല. ഞങ്ങൾ കൂടാരങ്ങളിൽ പാർക്കുന്നു. ഞങ്ങളുടെ പിതാവ് യോനാദാബ് കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അനുവർത്തിക്കുന്നു. എന്നാൽ ബാബിലോൺ രാജാവായ നബുക്കദ്നേസർ ദേശം ആക്രമിച്ചപ്പോൾ കൽദായരുടെയും സിറിയക്കാരുടെയും സൈന്യത്തെ ഭയന്ന് ജെറുസലേമിലേക്ക് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. അപ്പോൾ ജെറമിയായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നീ പോയി യൂദായിലെ ജനങ്ങളോടും ജെറുസലേമിലെ നിവാസികളോട് പറയുക, നിങ്ങൾ എൻ്റെ വാക്ക് അനുസരിക്കാൻ കൂട്ടാക്കുകയില്ലേ എന്ന് കർത്താവ് ചോദിക്കുന്നു. വീഞ്ഞു കുടിക്കരുതെന്ന് റക്കാബിൻ്റെ പുത്രനായ യോനാദാബ് നൽകിയ കൽപ്പന അവൻ്റെ മക്കൾ അനുസരിക്കുന്നു. ഇന്നുവരെ അവർ വീഞ്ഞു കുടിക്കാതെ പിതാവിൻ്റെ ആജ്ഞ അനുസരിച്ചു. ഞാൻ നിരന്തരം ആജ്ഞാപിച്ചിട്ടും നിങ്ങൾ എന്നെ അനുസരിക്കുന്നില്ല. എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരെ തുടർച്ചയായി ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചു. ദുർമാർഗങ്ങൾ വിട്ടുമാറി നിങ്ങൾ ഓരോരുത്തരും തങ്ങളുടെ പ്രവൃത്തികൾ തിരുത്തുവിൻ. അന്യദേവന്മാരെ ആരാധിക്കുവിൻ. അവർ ആരാധിക്കാൻ അവരുടെ പുറകെ പോകരുത്. നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും ഞാൻ നൽകിയ ദേശത്ത് അപ്പോൾ നിങ്ങൾ വസിക്കുമെന്ന് അവരിലൂടെ ഞാൻ പറഞ്ഞു. എന്നാൽ നിങ്ങൾ ചെവിക്കൊണ്ടില്ല. റക്കാബിൻ്റെ പുത്രനായ യോനാദാബ് മക്കൾ തങ്ങളുടെ പിതാവിൻ്റെ കൽപ്പന അനുസരിച്ചു. എന്നാൽ ഈ ജനം എന്നെ അനുസരിച്ചില്ല. അതുകൊണ്ട് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ യൂദായ്ക്കും ജെറുസലേം നിവാസികൾക്കുമെതിരായി പ്രഖ്യാപിച്ച എല്ലാ അനർത്ഥങ്ങളും ഞാൻ അവരുടെ മേൽ വരുത്തും. എന്തെന്നാൽ ഞാൻ അവരോട് സംസാരിച്ചു, അവർ ശ്രവിച്ചില്ല. ഞാൻ അവരെ വിളിച്ചു, അവർ വിളി കേട്ടില്ല. ജെറമിയ റക്കാബിയരോട് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ പിതാവായ യോനാദാബിൻ്റെ കൽപ്പന അനുസരിക്കുകയും നിയമങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത് അവൻ ആജ്ഞാപിച്ചതെല്ലാം നിങ്ങൾ പ്രവർത്തിച്ചു. ആകയാൽ ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യാൻ റക്കാബിൻ്റെ മകൻ യോനാദാബിന് ആൺസന്തതി അറ്റുപോവുകയില്ല. ജെറമിയ അധ്യായം 36. ചുരുൾ കത്തിക്കുന്നു. ജോസിയായുടെ പുത്രനും യൂദാ രാജാവുമായ യഹോയാക്കീമിൻ്റെ വാഴ്ചയുടെ 4-ാം വർഷം കർത്താവ് ജെറമിയായോട് അരുൾ ചെയ്തു, ഞാൻ നിന്നോട് ആദ്യം സംസാരിച്ച ജോസിയായുടെ കാലം മുതൽ ഇന്ന് വരെ ഇസ്രായേലിനെയും യൂദായെയും സകല ജനതകളെയും സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരു പുസ്തക ചുരുളിൽ എഴുതുക. ഞാൻ വരുത്താൻ പോകുന്ന അനർത്ഥങ്ങളെക്കുറിച്ച് യൂദാഭവനം കേൾക്കുമ്പോൾ അവർ ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്മാറിയേക്കാം. എങ്കിൽ അവരുടെ ദുഷ്കൃത്യങ്ങളും പാപവും ഞാൻ ക്ഷമിക്കും. ജെറമിയ നേരിയായുടെ മകൻ ബാറൂക്കിനെ വിളിച്ച് കർത്താവ് തന്നോട് അരുളി ചെയ്ത സകല വചനങ്ങളും പറഞ്ഞുകൊടുത്തു. ബാറൂക്ക് അതൊരു ചുരുളിൽ എഴുതി. അനന്തരം ജെറമിയ ബാറൂക്കിനോട് പറഞ്ഞു, കർത്താവിൻ്റെ ആലയത്തിൽ പോകുന്നതിൽ നിന്ന് ഞാൻ തടയപ്പെട്ടിരിക്കുന്നു. ആകയാൽ നീ കർത്താവിൻ്റെ ആലയത്തിൽ ചെന്ന് ഞാൻ പറഞ്ഞ പ്രകാരം എഴുതിയ ചുരുളിൽ നിന്ന് ഉപവാസ ദിവസം എല്ലാ ജനങ്ങളും കേൾക്കെ കർത്താവിൻ്റെ വചനം വായിക്കണം. പട്ടണങ്ങളിൽ നിന്ന് വരുന്ന എല്ലാവരും കേൾക്കെ വായിക്കണം. അവർ തങ്ങളുടെ യാചനകൾ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചെന്നും ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞെന്നും വരാം. എന്തെന്നാൽ ഈ ജനത്തിൻ്റെ മേൽ നിപതിക്കുമെന്ന് കർത്താവ് പ്രഖ്യാപിച്ചിരിക്കുന്ന ക്രോധം വലുതാണ്. ജെറമിയ പ്രവാചകൻ കൽപ്പിച്ചതനുസരിച്ച്
നേരിയായുടെ മകൻ ബാറൂക്ക് ചുരുളിൽ നിന്ന് കർത്താവിൻ്റെ വചനം ദേവാലയത്തിൽ വെച്ച് വായിച്ചു. ജോസിയായുടെ പുത്രനും യൂദാ രാജാവുമായ യെഹോയാക്കീമിൻ്റെ വാഴ്ചയുടെ 5-ാം വർഷം 9-ാം മാസം ജെറുസലേമിലെ ജനത്തിനും യൂദായിലെ മറ്റ് നഗരങ്ങളിൽ നിന്ന് അവിടെ വന്ന ജനങ്ങൾക്കുമായി കർത്താവിൻ്റെ സന്നിധിയിൽ ഉപവാസം പ്രഖ്യാപിക്കപ്പെട്ടു. അപ്പോൾ ജെറമിയ പറഞ്ഞെഴുതിച്ച കർത്താവിൻ്റെ വചനങ്ങൾ ജനങ്ങളെല്ലാം കേൾക്കെ ദേവാലയത്തിൽ കാര്യവിചാരകനായ ഷാഫാന്റെ മകൻ ഗമാറിയായുടെ മുറിയിൽ വച്ച് ബാറൂക്ക് ചുരുളിൽ നിന്ന് വായിച്ചു. ദേവാലയത്തിൻ്റെ പുതിയ വാതിലിന് സമീപം മുകളിലത്തെ അങ്കണത്തിലാണ് ഈ മുറി. കർത്താവിൻ്റെ വചനം ചുരുളിൽ നിന്ന് വായിക്കുന്നത് ഷാഫാന്റെ മകനായ ഗമാറിയായുടെ മകൻ മിക്കായ കേട്ടു. അനന്തരം അവൻ കൊട്ടാരത്തിൽ കാര്യവിചാരകന്റെ മുറിയിൽ വന്നു. പ്രഭുക്കന്മാരെല്ലാവരും അവിടെ സന്നിഹിതരായിരുന്നു. കാര്യവിചാരകനായ എലിഷാമ, ഷമയായുടെ പുത്രൻ ദലായ, അക്ബോറിൻ്റെ പുത്രൻ എൽനാദാൻ, ഷാഫാന്റെ പുത്രൻ ഗമാറിയ, ഹനനിയയുടെ പുത്രൻ സെദക്കിയ തുടങ്ങിയ സകല പ്രഭുക്കന്മാരും അവിടെ ഉണ്ടായിരുന്നു. ജനം കേൾക്കെ ബാറൂക്ക് ചുരുളിൽ നിന്ന് വായിച്ചപ്പോൾ താൻ കേട്ട കാര്യങ്ങളെല്ലാം മിക്കായ അവരോട് പറഞ്ഞു. ജനം കേൾക്കെ വായിച്ച ചുരുൾ എടുത്തുകൊണ്ട് വരിക എന്ന കൽപ്പനയുമായി പ്രഭുക്കന്മാർ ബാറൂക്കിൻ്റെ അടുക്കിലേക്ക് കുഷിയുടെ മകനായ ഷെലോമിയയുടെ മകനായ നത്താനിയയുടെ മകൻ യഹൂദിയെ അയച്ചു. അതനുസരിച്ച് നേരിയായുടെ മകൻ ബാറൂക്ക് ചുരുളുമെടുത്ത് അവരുടെ അടുക്കൽ വന്നു. ഇരുന്ന് ഞങ്ങൾ കേൾക്കെ വായിക്കുക എന്ന് അവർ അവനോട് പറഞ്ഞു. അവൻ അവരെ വായിച്ചു കേൾപ്പിച്ചു. വായിച്ചു കേട്ടപ്പോൾ അവർ ഭയപ്പെട്ട് പരസ്പരം പറഞ്ഞു, ഇക്കാര്യങ്ങൾ രാജാവിനെ അറിയിക്കണം. അവർ ബാറൂക്കിനോട് ചോദിച്ചു, ഇവയെല്ലാം നീ എങ്ങനെ എഴുതിയെന്ന് ഞങ്ങളോട് പറയുക. ജെറമിയ പറഞ്ഞു തന്നതാണോ? ബാറൂക്ക് മറുപടി പറഞ്ഞു, അവൻ ഈ വചനങ്ങളെല്ലാം എന്നോട് പറഞ്ഞു. ഞാൻ അവ മഷി കൊണ്ട് ചുരുളിൽ എഴുതി വച്ചു. അപ്പോൾ പ്രഭുക്കന്മാർ ബാറൂക്കിനോട് പറഞ്ഞു, നീയും ജെറമിയായും പോയി ഒളിക്കുക. നിങ്ങൾ എവിടെയാണെന്ന് ആരും അറിയരുത്. അവർ കാര്യവിചാരകനായ എലിഷാമയുടെ മുറിയിൽ ചുരുൾ വച്ച ശേഷം രാജാവിൻ്റെ അടുക്കൽ ചെന്ന് സംഭവിച്ചതെല്ലാം അറിയിച്ചു. ചുരുൾ എടുത്തുകൊണ്ടുവരാൻ രാജാവ് യഹൂദിയെ അയച്ചു. അവൻ കാര്യവിചാരകന്റെ മുറിയിൽ നിന്ന് അത് എടുത്തുകൊണ്ടുവന്ന് രാജാവും രാജസന്നിധിയിൽ നിന്ന പ്രഭുക്കന്മാരും കേൾക്കെ വായിച്ചു. അത് ആണ്ടിൻ്റെ 9-ാം മാസമായിരുന്നു. രാജാവ് ശീതകാല വസതിയിൽ നെരിപ്പോടിൻ്റെ മുൻപിൽ ഇരിക്കുകയായിരുന്നു. യഹൂദി ഓരോ ഭാഗവും വായിച്ചു കഴിയുമ്പോൾ രാജാവ് ഒരു കത്തി കൊണ്ട് മുറിച്ചെടുത്ത് നെരിപ്പോടിലെ ചൂടിൽ തീയിലിടും. ചുരുൾ മുഴുവൻ തീരുന്നതുവരെ അങ്ങനെ ചെയ്തു. എങ്കിലും ഈ വചനം ശ്രവിച്ച രാജാവോ സേവകന്മാരോ ഭയപ്പെടുകയോ വസ്ത്രം കീറുകയോ ചെയ്തില്ല. ചുരുൾ കത്തിച്ച് കളയരുതെന്ന് എൽനാദാനും ദലയായും ഗമാറിയായും അപേക്ഷിച്ചെങ്കിലും അവനത് വകവച്ചില്ല. എഴുത്തുകാരനായ ബാറൂക്കിനെയും പ്രവാചകനായ ജെറമിയായെയും ബന്ധിക്കാൻ രാജാവ് തൻ്റെ പുത്രനായ യഹ്റലേമിനോടും അസ്രിയേലിൻ്റെ മകനായ സെരായയോടും അബ്ദേലിൻ്റെ പുത്രനായ ഷെലമിയായോടും കൽപ്പിച്ചു. എന്നാൽ കർത്താവ് അവരെ ഒളിപ്പിച്ചു. ജെറമിയ പറഞ്ഞുകൊടുത്ത് ബാറൂക്ക് എഴുതിയ ചുരുൾ രാജാവ് കത്തിച്ചതിന് ശേഷം കർത്താവ് ജെറമിയായോട് അരുളി ചെയ്തു, നീ വേറൊരു ചുരുളെടുത്ത് അതിൽ യഹൂദ രാജാവായ യെഹോയാക്കീം നശിപ്പിച്ച ആദ്യ ചുരുളിലുണ്ടായിരുന്ന സകലതും എഴുതുക. യൂദാ രാജാവായ യെഹോയാക്കീമിനെതിരെ ഇപ്രകാരം പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, ആ ചുരുൾ നീ കത്തിച്ചു. ബാബിലോൺ രാജാവ് വന്ന് ഈ ദേശം നശിപ്പിക്കുമെന്നും ഇവിടെ മനുഷ്യരോ മൃഗങ്ങളോ അവശേഷിക്കുകയില്ലെന്നും എന്തിന് അതിലെഴുതി എന്ന് നീ ചോദിച്ച. അതിനാൽ യൂദാ രാജാവായ യഹോയാക്കീമിനെ കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു, അവൻ്റെ സന്തതികളാരും ദാവീദിൻ്റെ സിംഹാസനത്തിലിരിക്കുകയില്ല. അവൻ്റെ മൃതശരീരം പകലത്തെ വെയിലും രാത്രിയിലെ മഞ്ഞുമേറ്റ് വെളിയിൽ കിടക്കും. ഞാൻ അവനെയും അവൻ്റെ സന്തതികളെയും ദാസന്മാരെയും അവരുടെ അകൃത്യ നിമിത്തം ശിക്ഷിക്കും. അവരും ജെറുസലേം നിവാസികളും യൂദായിലെ ജനങ്ങളും ഞാൻ ശിക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ചത് വകവച്ചില്ല. എന്നാൽ അവരെയെല്ലാം അവരുടെ മേൽ ഞാൻ വരുത്തും. അനന്തരം ജെറമിയ മറ്റൊരു ചുരുളെടുത്ത് നേരിയായുടെ മകനായ ബാറൂക്കിൻ്റെ കയ്യിൽ കൊടുത്ത് യൂദാ രാജാവായ യഹോയാക്കീം കത്തിച്ചു കളഞ്ഞ ചുരുളിലെ എല്ലാ വചനങ്ങളും ജെറമിയ പറഞ്ഞുകൊടുത്തു. അവൻ എഴുതി. ആദ്യത്തേതിന് സദൃശ്യമായ മറ്റു വാക്യങ്ങളും അതിലുണ്ടായിരുന്നു.